പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുകയാണ്. 4 ദിവസമായി അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു. ഇസ്രായേലിൻ്റെ ബോംബ് ആക്രമണത്തിന് വിദ്യാർത്ഥികളായ 170ഓളം പിഞ്ചു പെൺകുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇറാൻ്റെ പരമോന്നത നേതാവ് ഖുമൈനിയും ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ടവരും അതോടൊപ്പം ഏതാണ്ട് 800ഓളം പേരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. 2 കാരണങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാൻ കാരണം പറയുന്നത്. ഒന്ന്, ഇറാൻ അണുബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ നിർമ്മിക്കുന്ന അണുബോംബ് അമേരിക്കക്കും ഇസ്രായേലിനും മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഭീഷണിയാണ് എന്നതാണ് അമേരിക്കയുടെ അവകാശവാദം. ഓർക്കണം, 20 വർഷങ്ങൾക്ക് മുൻപ് ഇറാൻ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അണുബോംബ് ഉണ്ടാക്കില്ല. അണുബോംബ് ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമായതുകൊണ്ട് ഇറാൻ ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക പറയുന്നു, ഇറാൻ പരിധിയില്ലാതെ യുറേനിയം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു തെളിവും കണ്ടെത്താൻ ഇന്നുവരെ ട്രംപിന് കഴിഞ്ഞിട്ടുമില്ല. യുറേനിയം ഉപയോഗം ഏതൊരു രാജ്യത്തിൻ്റെ അവകാശമാണ്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും പറയുന്നു ഇറാൻ അത് ഉപയോഗിക്കാൻ പാടില്ല. ഇറാൻ അണുബോംബ് ഉണ്ടാക്കില്ലെന്ന് പറയുമ്പോഴും ട്രംപ് നിരന്തരം ആരോപണത്തിലാണ്. അപ്പോഴും നിലനിൽപ്പിൻ്റെ ഊർജ്ജാവശ്യത്തിന് ഇറാൻ യുറേനിയം സ്പഷ്ടീകരണം നടത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് 2 ആഴ്ചകൾക്ക് മുമ്പുള്ള ചർച്ച. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ 2 ധാരണകൾ ഇങ്ങനെയായിരുന്നു. ഇറാൻ്റെ യുറേനിയം ഉപയോഗം നിലവിലെ സാഹചര്യത്തിൽ അത്യാവശ്യത്തിന് മാത്രമായി കുറക്കാം. രണ്ടാമതായി, ഇറാൻ പണിയാൻ പോകുന്ന 19 ന്യൂക്ലിയർ പ്ലാന്റുകളുടെ കോൺട്രാക്റ്റ് അമേരിക്കൻ കമ്പനികൾക്ക് നൽകാം. ഈ ബിസിനസ് ഡീൽ മനസ്സുകൊണ്ട് ട്രംപ് സമ്മതിച്ചതാണ്. പക്ഷേ ചർച്ച നടന്നു 2 ദിവസത്തിന് ശേഷമാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പറഞ്ഞത് ആക്രമിച്ചു എന്നല്ല, ഇത് സംയുക്ത ആക്രമണമെന്നാണ്. ഓർക്കണം, അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടന്നപ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെട്ടത് ഇസ്രായേലിനായിരുന്നു. ചർച്ചാ സമയത്ത് അമേരിക്ക ഇസ്രായേലിനെ കൈവിടുകയാണോ എന്ന് പോലും നെതന്യാഹു സംശയിച്ചു. ഇതിനിടയിൽ നെതന്യാഹു വാഷിംഗ്ടണിൽ ചെന്ന് ചർച്ച നടത്തുകയും ഇറാൻ്റെ ആയുധ ശേഖരണം അവസാനിപ്പിക്കണമെന്ന് ഇറാനോട് പറഞ്ഞു. പറ്റില്ലെന്ന് ഇറാനും പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഫെബ്രുവരി 28 ഇസ്രായേൽ ആക്രമണം. അമേരിക്കൻ രാഷ്ട്രീയത്തിന് ഈ യുദ്ധത്തിൽ താൽപ്പര്യമില്ല എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ അമേരിക്കയുടെ രാഷ്ട്രീയ താൽപ്പര്യത്തെയും മറികടന്ന് ഈ യുദ്ധ തീരുമാനം ആരുടേതാണെന്ന ചോദ്യം ഉയരുന്നു. ഇവിടെയാണ് സമാധാനത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ് ലോക പോലീസ് കളിക്കുന്ന ട്രംപിൻ്റെ തനിനിറം തെളിയുന്നത്. ഇറാഖിൽ ആക്രമണം വ്യാപിച്ചുകൊണ്ടുള്ള സന്ദേശത്തിൽ ട്രംപ് പറഞ്ഞത് ഇറാൻ ഭരണകൂടം ഒരു കൊലപാതകങ്ങൾക്കാണ് ശ്രമിക്കുന്നത്. ധീരരായ അമേരിക്കൻ വീരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, നമുക്ക് ആളപായം സംഭവിക്കാം, അത് യുദ്ധത്തിൽ സാധാരണമാണ്. പക്ഷേ നമ്മൾ ഭാവിക്ക് വേണ്ടിയാണ് ശ്രേഷ്ഠമായ ഈ ദൗത്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ യുദ്ധം ട്രംപിന് ആവശ്യമാണത്രേ. മറുവശത്ത് ഇറാനിൽ ആഭ്യന്തര പ്രശ്നമുണ്ട്, ജനത്തിന് സ്വാതന്ത്ര്യക്കുറവുണ്ട്, സ്ത്രീകൾക്ക് അടിമത്തമുണ്ട്, എന്തിനേറെ സംഗീതം പഠിക്കാൻ പോലും വിലക്കുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ പരാജയത്തിൽ ജനം സമരത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. ആഭ്യന്തര കലഹത്തിൽ 60,000 പേരാണ് വധിക്കപ്പെട്ടിട്ടുള്ളത്, 50,000-ഓളം പേർ തടവിലുണ്ട്. ഇത് ഇറാൻ്റെ അവസ്ഥ. ഇവിടെയാണ് ജനാധിപത്യ സർക്കാരിനെ സൃഷ്ടിച്ച് സംരക്ഷകനാകാൻ അമേരിക്ക ഇടപെടുന്നത്. ഓർക്കണം, ഇറാനിലെ ബഹുഭൂരിപക്ഷം ജനവും ഇറാൻ ഭരണകൂടത്തോടൊപ്പമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ മറ്റൊരു രാജ്യം പറയുന്നു മോദിക്ക് 36% ജനപിന്തുണയേ ഉള്ളൂ, 64% പുറത്താണ്. ആയതിനാൽ ഇന്ത്യയിൽ ജനാധിപത്യവും പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ ഇടപെടുന്നു. ഈ സാഹചര്യം ഭാരതീയരായ നമ്മൾ സമ്മതിക്കുമോ? ഇന്ത്യയിൽ BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. കൂടുതൽ വോട്ട് കിട്ടിയതും BJPക്കാണ്. ഈ ജനാധിപത്യം നമ്മൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അടക്കം മുസ്ലിം രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറിയാലോ? ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ അടക്കമുള്ളവർ പീഡനം അനുഭവിക്കുന്നു. അതുകൊണ്ട് ക്രൈസ്തവ രാജ്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് കടന്നു കയറിയാലും നമ്മൾ സമ്മതിക്കുമോ? തത്വത്തിൽ ഇതുപോലെയാണ് ഇറാൻ്റെ ഇന്നത്തെ അവസ്ഥയും. മാത്രവുമല്ല, ഇറാൻ രാജ്യത്ത് ആഭ്യന്തര കലാപം അമർച്ച ചെയ്യുന്ന സമയമാണിത്. ഇറാൻ ആണെങ്കിൽ സാമ്പത്തിക ഞെരുക്കത്തിലും. അവിടെയാണ് അമേരിക്ക ഇസ്രായേൽ വഴി ഇറാനിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ ഇടപെടുന്നത്. 2003 ഇറാഖിൽ സദാം ഹുസൈനെ പിടികൂടിയതും 2006 തൂക്കിക്കൊന്നതും ലോകത്തെ നശിപ്പിക്കുന്ന അണവായുധങ്ങൾ ഇറാഖിൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒപ്പം ഇറാഖിലെ ജനാധിപത്യ പുനഃസ്ഥാപനവുമായിരുന്നു അന്ന് അമേരിക്കയുടെ വാദഗതി. സദാം ഹുസൈൻ്റെ മരണത്തിന് ശേഷം സത്യത്തിൽ ഇറാഖിൽ നിന്ന് ഒരു അണവായുധങ്ങളും കണ്ടെടുക്കാനായില്ല എന്നതാണ് ഇതിൻ്റെ പിന്നാമ്പുറ സത്യം. ഇന്ന് ഇറാഖിൽ ലോകത്തിന് തന്നെ ഭീഷണിയായ
തീവ്രവാദി സംഘടനകളുണ്ട്. 2011 ലിബിയയിൽ ഗദാഫിയെ കൊന്ന് ജനാധിപത്യ സർക്കാരുണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചു. എന്നാൽ ഇന്ന് ലിബിയയിൽ സമാധാനമില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്നും താലിബാൻ ഭരണത്തെ പുറത്താക്കി ജനാധിപത്യ സർക്കാരുണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചു. പക്ഷേ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരിക്കുന്നു. പുറമേ നിന്ന് കടന്നു കയറി ഒരു രാജ്യത്തും ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല എന്നത് ലോകം കണ്ട നേർസാക്ഷ്യമാണ്. അപ്പോഴാണ് ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ ദുർബലനാണ്. അഴിമതി കേസുകൾ നിരവധി. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. മറ്റു രാജ്യങ്ങളിൽ പോയാൽ അറസ്റ്റ് ചെയ്യുമെന്ന യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിന് പിടിച്ചു നിൽക്കാൻ ഒറ്റ വഴിയേയുള്ളൂ: യുദ്ധം, യുദ്ധം, യുദ്ധം മാത്രം. അതുവഴി രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധ തിരിക്കുക. ട്രംപിൻ്റെ കാര്യത്തിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ജനസമ്മതി കുറഞ്ഞു വരുന്നു. ട്രംപ് ചുമത്തിയ നികുതിക്ക് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി. ലൈംഗിക ആരോപണത്തിൻ്റെ പുതിയ സന്ദേശങ്ങൾ വെളിപ്പെടുത്തുന്ന എംസ്റ്റീൻ ഫയൽ ട്രംപിൻ്റെ പ്രതിച്ഛായയെ കുറച്ചൊന്നുമല്ല ബാധിച്ചത്. ഈ സാഹചര്യത്തിൽ ട്രംപിനും യുദ്ധം തന്നെ അഭികാമ്യം. ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ലോകത്താകമാനം അസമാധാനം സൃഷ്ടിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ പേരിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാക്കുകയും അത് തുടർന്നുകൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് ലോക പോലീസിൻ്റെ കുപ്പായം ധരിച്ചുകൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ലക്ഷ്യം. യുദ്ധമില്ലാതാക്കാൻ ശ്രമിക്കുന്ന എനിക്ക് നോബൽ സമ്മാനം തരണമെന്ന് ട്രംപ് പറഞ്ഞതും മറ്റൊരു മുഖം മൂടിയാണ്. ഇറാനുമായി ചർച്ചയില്ല എന്ന നിലപാടും സമാധാന പാലകൻ എന്ന ട്രംപിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീഴുന്നത്. ചുരുക്കത്തിൽ സമാധാനത്തിൻ്റെ പേരിൽ ട്രംപ് നേതൃത്വം കൊടുക്കുന്ന ഇറാൻ്റെ മേലുള്ള ഈ യുദ്ധം ഒരു പ്രഹസനവും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശവുമാണ്. ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ മൗനവും ഭാരതീയരായ നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കുന്നു.